ചതയത്തിൻ്റെ അന്ന് നമ്മൾ ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ ജോലികളൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ 6:30യുടെ ഷോയ്ക്കാണേ പോകുന്നത്. ഫസ്റ്റാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അതിനാണേ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. ഞാനപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നും ഈ ചെടിയും നേച്ചറും മാത്രം പോരല്ലോ, നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഇതിലിങ്ങനെ ആഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കെടുത്ത് ഇങ്ങനെ നോക്കാമല്ലോ. അങ്ങനെ എല്ലാവരും റെഡിയായി. അമ്മയാണ് കേട്ടോ കഥയൊക്കെ പൂട്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ സ്കൂട്ടറിന് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ടൗണിൽ ചെന്നിട്ട് ബസ്സിന് അങ്ങോട്ട് പോകാമല്ലോ. നല്ല വെയിലും ഉണ്ട് കേട്ടോ. കാലാവസ്ഥ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പോകാനൊക്കെ ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയർ അല്ലേ നല്ലത്. പുറത്തൊക്കെ പോകാൻ ഇതുപോലത്തെ ഒരു ക്ലൈമറ്റ് അല്ലേ നല്ലത്, ചെറിയൊരു വെയിലൊക്കെ ആയിട്ട്. എന്നാൽ കാര്യമായിട്ട് വെയിലൊന്നും ഇല്ല കേട്ടോ. ഉച്ച തിരിഞ്ഞതായതുകൊണ്ട് വെയിലൊക്കെ അങ്ങോട്ട് മങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇത് കട്ടപ്പനയിലാണേ. ഐശ്വര്യ സിനിമാസിലാണ് കേട്ടോ മൂവി കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെയാണ് കേട്ടോ ചെന്നത്. അതുകൊണ്ട് പുറത്ത് പോയിട്ടൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തുള്ളൊരു കഫറ്റീരിയയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. കൊച്ചിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവനൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കേട്ടോ. വല്ലപ്പോഴും ഇതുപോലെയൊക്കെ വാങ്ങിക്കാറുള്ളൂ. പിന്നെ കാലാവസ്ഥയും നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിതാ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് വന്നു. അവനൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അല്ലെങ്കിൽ ഞങ്ങൾ സിനിമ കാണാൻ സമ്മതിക്കില്ല കേട്ടോ. അവന് കുറച്ച് ലൈസും അതുപോലെ ഇൻ്റർവെൽ ടൈമിൽ പോപ്കോണും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് കാപ്പി കുടിക്കാൻ തോന്നിയിട്ട് 3 കാപ്പിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഞങ്ങൾക്ക് ഓരോ ചായ മസ്റ്റാണ് കേട്ടോ. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.